Hi all, good evening. Hello. Good evening, good evening. പിന്നെ ഗുഡ് ഈവനിങ് ഗുഡ് കേൾക്കാവോ? കേൾക്കാവോ? ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ്. ഓഡിബിൾ ആണ്, പക്ഷെ ഞാൻ ആരെയും കാണുന്നില്ല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്രീ വെബിനാർ അല്ലേ? ഇന്നത്തെ ഫ്രീ വെബിനാറിൽ നമ്മൾ അധിക പാരൻസ് എന്നല്ല, പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ് ന്യൂജൻ കുട്ടികളെ അല്ലേ? ആ ഒരു ടോപ്പിക് വെബിനാറിലേക്ക് ജോയിൻ ആയിട്ടുള്ള എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. നല്ലൊരു സെഷൻ നിങ്ങൾക്ക് തരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ പലരും ഇവിടെ പാരൻസ് ആയിരിക്കും. ഇവിടെ പാരൻസ് ആയിട്ടുള്ളവരെ ജസ്റ്റ് ഒന്ന് മീ എന്ന് കമന്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാവോ? പാരന്റ് ആണ് എന്നുള്ളൊരു അടയാളം. എനിക്ക് പാരൻസ് ഒരുപാട് ഉണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ള ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പാരന്റ് ആണ്. ഓക്കെ, അപ്പോൾ പാരൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം കൂടെ. നിങ്ങളുടെ പാരന്റിങ്ങിനെ ഇപ്പൊ ഉള്ള നിങ്ങളുടെ കറന്റ് പാരന്റിങ്ങിനെ നിങ്ങൾക്ക് ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ നിങ്ങളുടെ പാരന്റിങ്ങിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായമാണെങ്കിൽ അങ്ങനെ അതിന്റെ ഒരു ലെവൽ എങ്ങനെയാണെന്ന് ഇങ്ങനെ അതിന്റെ ഒരു വൺ വേർഡ് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ പറയാ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പാരന്റിങ് സ്റ്റൈലിനെ ഒക്കെ? ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് പറയാം, ഇനി അല്ലാതെ ആണെങ്കിലും പറയാം. ചലഞ്ചിങ് ആണല്ലേ നൈമ? പാരന്റിങ് ചലഞ്ചിങ് ആവുന്നുണ്ട്, നീഡ് ടു ബി ഇംപ്രൂവ്ഡ് എന്ന് പറയുന്നുണ്ട്. വെരി ടഫ് ടു മാനേജ്മെന്റ്. ടഫ് ടു മാനേജ്. യെസ്, ടഫ് ടു മാനേജ് ആ ഒരു വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. വെരി ടഫ്. ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ രീതിക്കനുസരിച്ച് പോകേണ്ടി വരുന്നു. ഓക്കെ, സ്ട്രെസ് ആവുന്നുണ്ട്, നീഡ് ടു ഇംപ്രൂവ്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, നമുക്ക് അഡ്രസ് ചെയ്ത് പോവേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിൽ എത്രത്തോളം ഇന്നത്തെ ഒരു 1 hour വെബിനാർ കൊണ്ട് അഡ്രസ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ചലഞ്ചിങ് ആണ്. നമ്മൾ അല്ലെ, നമുക്ക് ആ പാരന്റിങ്, നിലവിലുള്ള പാരന്റിങ് ഇംപ്രൂവ് ആകേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചലഞ്ചിങ് കാണുന്ന റിയലൈസേഷനും നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ അല്ല, നമ്മൾ ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് എന്നുള്ള റിയലൈസേഷൻ ഉണ്ടായെങ്കിൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ന്യൂജൻ കുട്ടികളെ വളർത്താൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അവര് മൊബൈൽ അഡിക്ഷൻ ഉണ്ട്. പിന്നെ എന്താ പറയാ, കുട്ടികൾ പറയുന്ന അനുസരിക്കുന്നില്ല. അതല്ലെങ്കിൽ ഈ മൊബൈൽ പോലെ തന്നെ മൊബൈൽ മാത്രമല്ല, പല രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങൾ. അപ്പോൾ പാരൻസിന് ഇപ്പൊ ടഫ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, അവരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ട അവസ്ഥ അല്ലെ? എന്താ സംഭവിക്കുക, അടുത്ത മൊമെന്റിൽ എൻ്റെ കുട്ടി എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ആ കുട്ടിയുടെ കാര്യം മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിനെ തന്നെ നമ്മൾ വ്യൂക്ക വേൾഡ് എന്നാ പറയാം, വൂക്ക വേൾഡ് അല്ലേ? അപ്പൊ അത് വോളണ്ടറി ആയിട്ടുള്ള, അൺസർട്ടേൺ ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള, ആംബിഗസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഏത് സമയത്ത് എപ്പോ വേണമെങ്കിലും അൺസർട്ടൈൻ ആണ് വ്യൂക്ക വേൾഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ അത് കുട്ടികളുടെ ഭാഗത്ത് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു ചുറ്റുപാടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നല്ലൊരു ശതമാനം ചലഞ്ച് ഫ്രം ദ പാർട്ട് ഓഫ് എന്താണ്, കുട്ടികളുടെ ഭാഗത്തുനിന്ന് നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പല പാരന്റ്സ് പറയുന്ന ഒരു കാര്യം, പണ്ടത്തെ കുട്ടികളൊന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് മാറിയിട്ടുണ്ട്, പണ്ട് എങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നവരുണ്ട് അല്ലേ? പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ കൊണ്ടു നടത്തിട്ട് പണ്ടത്തെ കുട്ടികളെ പോലെ ആവണം എന്നുള്ള ഒരു ആ രീതിയിലേക്ക് നമ്മൾ ആ കുട്ടികളെ പോലെ ആവണം, അല്ലെങ്കിൽ അന്നത്തെ കുട്ടികൾ കേട്ട പോലെ കേൾക്കണം എന്ന് വിചാരിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, വെറും പിന്നെ പൊട്ടക്കണറ്റിലെ തവള എന്നൊക്കെ പറയാം, ആ രീതിയിൽ ആവുകയേ ഉള്ളൂ. കാരണം എന്തും അല്ലെ, അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അപ്ഗ്രേഡഡ് ആയിട്ടുള്ള, നമുക്ക് തന്നെ അറിയാലോ. ഇപ്പോൾ ഇവിടെ ഒരാൾ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട്. അത് വല്ലാത്ത റിയലൈസേഷൻ ആണ്. കാരണം ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സംഗതിയും, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ആവട്ടെ, എന്തായാലും ഓരോ ദിവസം അപ്ഡേറ്റഡ് ആവുന്ന സമയത്ത് നമ്മൾ അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ യൂസർ മാനുവൽ എങ്ങനെയാണ്, ഇത് അറിയാത്ത ഒരാൾക്ക് അത് യൂസ് ചെയ്യാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്.
അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അപ്ഡേഷൻസ് ടെക്നോളജിയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും ടീച്ചിങ്ങിലായാലും എവിടത്തും അപ്ഡേഷൻസ് അപ്ഗ്രഡേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്ന ഡെയിലി ലൈഫിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്ന നമ്മൾ മാത്രം ഇന്നും പഴയ രീതിയിൽ കുട്ടികൾ മാറിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും നടക്കുമോ? യെസ് എന്തെങ്കിലും നടക്കുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ ആ ഒരു പരാതി പറയൽ കൊണ്ട് കുട്ടികൾ മാറിപ്പോയി എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പകരം എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളും അപ്ഡേറ്റ് ആവണം. അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമുക്കൊരു ഒന്നും വേണ്ട, നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വണ്ടിയിൽ ഒരു വാഹനമൊക്കെ യൂസ് ചെയ്യുന്ന കാറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പലതും എന്താ പറയാ, പിന്നെ നമുക്ക് സെൻസർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിയെ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ? നമ്മുടെ കുട്ടിയെ ശരിക്കും ഇമോഷണലി നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയാത്ത എന്താ നെക്സ്റ്റ് മൊമെന്റിൽ സംഭവിക്കുക എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ അല്ലേ 2025 നമ്മളുള്ളത്, 2025 ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞ ജനറേഷൻ ബീറ്റ എന്ന് അറിയപ്പെടുന്നത്. ജനറേഷൻ ബീറ്റ അതായത് ഒരു കാലഘട്ടത്തിൽ ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അതായത് ഒരു 2024 വരെ അല്ലേ, 2024 വരെയുള്ള 4 അല്ല 2012 വരെയൊക്കെ ഉള്ള കുട്ടികൾ ജനറേഷൻ ജെൻസി എന്ന് പറഞ്ഞറിയപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. കുട്ടികൾ സ്മാർട്ട് ഫോൺ കണ്ട് ഇന്റർനെറ്റ് ആക്സസ് ഒക്കെ കിട്ടി സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വല്ലാണ്ട് വന്ന്. പക്ഷേ 2012 മുതൽ 24 വരെയൊക്കെ ആയപ്പോഴത്തേക്കുള്ള കുട്ടികളെ ജനറേഷൻ ആൽഫ എന്ന് പറയും. അതായത് ഈ തിയറി കാര്യങ്ങളൊന്നും പറയാനല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു റിയലൈസേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ സ്കൂളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇന്നിപ്പോൾ ഹൈസ്കൂളിലൊക്കെ ഉള്ള 2012 to 24 എന്ന് പറയുമ്പോൾ ഒരു 10-12 വയസ്സുള്ള 8ാം ക്ലാസ്സിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന 7-6 പഠിക്കുന്ന കുട്ടികൾ ആ ഒരു ഏജിലാണ് വരിക, ആ ഒരു കാറ്റഗറി ജനറേഷൻ ആൽഫ. ഈ കുട്ടികൾ AI അതേപോലെ ടാബ്ലറ്റ്സ്, സ്മാർട്ട് ഡിവൈസസ്, ഡിജിറ്റൽ ലേണിംഗ് ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട്, കാരണം അവരുടെ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നതും അവർക്ക് പിന്നെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ അത് അങ്ങനെ വരുള്ളൂ. നമ്മൾ കുട്ടികൾ മാറി എന്നുള്ളതിനേക്കാളും ഓരോ കാലഘട്ടത്തിൽ ആ രീതിയിലാണ് കുട്ടികൾ പോലും. കാരണം എന്താ പറയാ, അവർ വൂമ്പിലായിരിക്കുന്നപ്പോഴേ, ആ ഒരു പ്രഗ്നൻസി സ്റ്റേജിലായിരിക്കുമ്പോഴേ ഇതിനാൽ അല്ലേ, ഇത് വന്നതിന് ശേഷം അവർ അങ്ങനെ ആയി മാറുക എന്നതിനപ്പുറത്തേക്ക് ആ സമയത്തെ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കിട്ടി പുറത്തേക്ക് വന്ന കുട്ടികളാണ്. അതുകൊണ്ടാണ് നമ്മൾ പണ്ടുള്ളതിനേക്കാൾ കൂടുതലായിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് കുട്ടികൾ ഈ രീതിയിലേക്ക് മാറുന്ന കുട്ടികൾ പെട്ടെന്ന് അഡൾട്ട്ഹുഡിലേക്കൊക്കെ എത്തുന്നത് അല്ലേ. 3-4 കാര്യങ്ങളുണ്ട്. കുട്ടികൾ അവർക്ക് സോഷ്യലി എന്താ പറയാ, സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന, അതേപോലെ തന്നെ പെട്ടെന്ന് അഡൾട്ട്ഹുഡിലേക്ക് എത്തുന്ന, ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷണലി പെട്ടെന്ന് ഔട്ട്ബേസ്റ്റ് ആ കുട്ടികൾ സംഭവിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കുട്ടികളിൽ ജന്മം എടുക്കുന്നതിന് മുന്നേ തന്നെ അവരിൽ ഉണ്ടാവുന്നുണ്ട്. ഇനി 2025 ഓൺവേർഡ്സ് ഇപ്പൊ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ജനറേഷൻ ബീറ്റ എന്ന് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇപ്പൊ നമുക്ക് ടഫ് ആണെങ്കിൽ ഇനിയുള്ള പാരൻസ്, ഇനിയുള്ള ജനിക്കാൻ പോകുന്ന കുട്ടികൾ ജനറേഷൻ ബീറ്റ എന്ന് പറയുമ്പോൾ അവര് വളരാൻ പോകുന്ന ഒരു വേൾഡ് എന്ന് പറയുന്നത് AI-യുടെയും റോബോട്ടിക്സിന്റെയും വെർച്വൽ ലേണിങ്ങിന്റെയും അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻ ആണ് നോർമാലിറ്റി. അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 2039 വരെയൊക്കെ ആ ഒരു കാലഘട്ടമായിരിക്കും പറയുന്നത്. അപ്പൊ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ, അപ്പൊ 25 ശേഷമൊക്കെ ജനിക്കുന്ന കുട്ടികൾ ഒരു 2030 ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 30 ഒക്കെ കഴിഞ്ഞ് സ്കൂളിലേക്കൊക്കെ വരുന്ന സമയത്ത് അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്പോഴും നമ്മൾ ഇന്നത്തെ അല്ലെ പണ്ടത്തെ കുട്ടികളൊന്നും എങ്ങനെ ആയിരുന്നില്ല, ഞാനൊന്നും വളർന്നപ്പോൾ എങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല അല്ലേ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പാരന്റിങ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ടഫ് തന്നെയാണ്. ഒരു കുട്ടിയെ വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ അത്രയും രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ആ ബീറ്റ ജനറേഷനിൽ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ആൽഫ ജനറേഷനിലുള്ള കുട്ടികൾ, അപ്പൊ ജെൻസിയിലുള്ള കുട്ടികളാണെങ്കിൽ പോലും അവരും എന്താണ്
നല്ലോണം ഈ ഒരു പിന്നെ AI യുഗം, AI അല്ല, ഈ സ്മാർട്ട് ഫോൺ കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ സോഷ്യൽ മീഡിയ അതിലേക്കൊക്കെ ഇറങ്ങിയ കുട്ടികളാണ്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോഴുള്ള തലമുറകൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികൾ കംപ്ലീറ്റ്ലി ഈ ഒരു ആൽഫ ആയാലും ബീറ്റ ആയാലും ഇനി ഇപ്പോൾ വരാൻ പോകുന്നതായാലും ജെൻസി ആയാലും ഒക്കെ തന്നെ ആ ഒരു യുഗത്തിലാണ്, ആ ഒരു ഷിഫ്റ്റിങ്ങിലാണ്. കാരണം കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന റിയൽ ലൈഫ് പോലെ 30 സെക്കൻഡ്സ്, 1 മിനിറ്റ്, 2 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അല്ലെ, നമ്മളിങ്ങനെ മണിക്കൂറുകളോളം സംസാരിക്കുന്ന നമ്മളെയോ അവർക്കൊരു ഒരു ആ ഒരു ഇതവർക്ക് കിട്ടുന്നില്ലെങ്കിൽ, അപ്പൊ നമ്മുടെ എന്തോ ഒരു ഒരു അപ്ഗ്രേഡേഷൻ വരണമെങ്കിൽ അപ്പോഴും, പക്ഷെ ഏതൊരു കാലത്തും എത്ര തന്നെ തലമുറ, ഏതൊക്കെ തലമുറ, ഏത് ആൽഫ വന്നാലും ഏത് ബീറ്റ വന്നാലും എല്ലാ മനുഷ്യർക്കും കോമൺ ആയിട്ട് കിട്ടേണ്ട ഒരു റിക്വയർമെന്റ് ഉണ്ട് അല്ലേ? കോമൺ ആയിട്ട് കിട്ടേണ്ട ഒരു റിക്വയർമെന്റ് ഏതൊരാൾക്കും ഉണ്ട്. അത് എന്താണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച്? കോമൺ ആയിട്ട് നമുക്ക് കിട്ടേണ്ട റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കമന്റ് ചെയ്തേ. ഏതൊരു വ്യക്തിയും കോമൺ ആയിട്ട് നമുക്ക് വേണ്ട ഒരു നീഡ് അല്ലെങ്കിൽ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത്, ആരും ഇല്ല ഇവിടെ? ഞാൻ മാത്രമേ ഉള്ളോ? സാബറ മാം ടൈപ്പ് ചെയ്യൂ. നെയ്മ, ഞാൻ ആരെയും കാണുന്നില്ല. പറ്റുന്നവരൊക്കെ ഒന്ന് ക്യാമറയിൽ ഒന്നുകൂടെ വരൂ കേട്ടോ, പറ്റുന്ന ആളുകളൊക്കെ. അപ്പൊ ഏതൊരു വ്യക്തിക്കും ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് സ്നേഹമാണ്. ലവ്, അല്ലെ? ലവ് എന്ന് പറയുന്ന, കെയർ എന്ന് പറയുന്ന, എത്രത്തോളം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു ലവ് ആൻഡ് കെയറിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് ആവശ്യമുള്ള. പക്ഷെ ഇന്നത്തെ പാരന്റിങ് ലവ് ആൻഡ് കെയർ മാത്രം പോരാ. പലരും പറയും സ്നേഹത്തിൽ അധിഷ്ഠിതമായ പാരന്റിങ് എന്നൊക്കെ പറയെങ്കിലും അതിനൊരുപാട് സ്കില്ല് ആവശ്യമാണ്, നമുക്ക് അവയർനെസ് ആവശ്യമാണ്, നമുക്ക് ബോധതലത്തിൽ നിന്നുകൊണ്ട് പാരന്റിങ് നടത്തുക എന്നുള്ളത്. നമുക്ക് ഈ പാരന്റ് ആയ വ്യക്തികൾക്ക് ഇമോഷണൽ മച്യൂരിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി, കഴിഞ്ഞ തവണ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ചെക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറെ പേർക്ക്. അപ്പൊ ആ ഒരു ഇമോഷണൽ മച്യൂരിറ്റി, സ്റ്റെബിലിറ്റി, അത് മാത്രമല്ല കോൺഷ്യസ്നെസ് അല്ലേ? പാരന്റ് എന്ന പലപ്പോഴും കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ പാരന്റ്സിൽ വർക്ക് ചെയ്യുന്ന കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഐ ആം ദ പാരന്റ് എന്ന് പറയുന്ന ഒരു പാരന്റൽ ഈഗോയാണ് പലപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ പാരന്റ് ആണ്, നീ കുട്ടിയാണ്. എപ്പോഴും ഏത് കാലഘട്ടത്തിലും, തലമുറകൾ കാലഘട്ടമൊക്കെ എത്ര മാറിക്കഴിഞ്ഞാലും എന്നും നിലനിൽക്കുന്ന ഒരു കോൺഷ്യസ്നെസ് ആണ് പാരന്റൽ ഈഗോ എന്ന് പറയുന്നത്. ആ ഒരു കോൺഷ്യസ്നെസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കുട്ടിയെക്കുറിച്ചുള്ള, എൻ്റെ കുട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള, ആ കുട്ടിയുടെ ടേസ്റ്റിനെ കുറിച്ചുള്ള, ആ കുട്ടിയുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള, ആ കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്നെസ്, ആ ഒരു ബോധതലം എന്ന് പറയുമ്പോൾ അതൊരു പാരന്റൽ ഈഗോ സ്റ്റേറ്റ്. പാരന്റൽ ഈഗോയിൽ നമ്മൾ നിന്നിട്ട് ഒരിക്കലും നമുക്കൊരു കുട്ടിയിൽ നല്ല പാരന്റിങ് കൊടുക്കാൻ കഴിയില്ല. അവിടെ എപ്പോഴും ഐ ആം റൈറ്റ്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ളൊരു സംഭവമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ? എന്നാൽ പാരന്റിങ്ങിന് വേണ്ട ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള, അവിടെ നമ്മൾ സൈക്കോളജി പഠിച്ചിട്ട് ഇതേപോലെ പാരന്റിങ് ടിപ്സ് പഠിച്ചിട്ട് അല്ലെ, ഒരു 1-to-1 മെത്തേഡ് ഒരു കുട്ടിക്ക് അല്ലെ, ഒരു എന്താ പറയാ, ഒരു മൊബൈൽ അഡിക്ഷന് ഇത്ര ടിപ്സ്, അല്ലെങ്കിൽ പിന്നെ അൺസറിനൊക്കെയാണ് ഇത്ര ടിപ്സ്, ഇമോഷണൽ ഔട്ട്ബേഴ്സ് ഇത്ര ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടിപ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പാരന്റിങ് മോഡൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ എന്നേ ഞാൻ പറയൂ. കാരണം സൈക്കോളജി ഒക്കെ ഓക്കെ, പക്ഷെ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്, ഓരോ കുട്ടിയും യുണീക്കാണ്. ഈ കുട്ടികൾ മാത്രമല്ല, നമ്മൾ നമ്മുടെ പാരൻസിന്റെ കാര്യം നോക്കിയാൽ, നമ്മളെ കാര്യം നോക്കിയാൽ നമ്മൾ യുണീക്ക് അല്ലേ? ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് പാരന്റിങ് മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ, എനിക്കൊരു ബ്ലൂ പ്രിന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ബ്ലൂ പ്രിന്റിനനുസരിച്ച് ഇതൊരു ചെടി നട്ടു വളർത്തലോ, ഒരു കൃഷി നടത്തലോ, അല്ലെങ്കിൽ വേറെന്തോ അല്ല, ഒരു കുട്ടിയെ വളർത്തുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കലോ അല്ല. ആ എന്താ പറയാ, ജീവനുള്ള, മെന്റൽ ഇമോഷൻസ് ഉള്ള, ബുദ്ധിയുള്ള, വിവേകമുള്ള ഒരു കുട്ടിയെ വളർത്താന്ന് പറയുമ്പോൾ ഒരു അച്ചിലിട്ട് വാർത്തെടുക്കാൻ നമുക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അല്ലേ? അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട്, അത്രയും നല്ല സാഹചര്യങ്ങൾ വളർന്നുകൊണ്ട്, ഓൾവേസ് പോസിറ്റീവ് ആയിട്ടുള്ള സറൗണ്ടിങ്സ്, ആ ഒരു അച്ചിലാണ് കുട്ടി കിടക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കുട്ടി വളരും. അല്ലാതെ നിലവിലുള്ള സാഹചര്യത്തിലും ചുറ്റുപാടിലും നിന്നുകൊണ്ട് ഒരു പെർഫെക്റ്റ് പാരന്റിങ് മോഡലോ ഒരു പെർഫെക്റ്റ് പാരന്റിങ് ടിപ്സിനോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് വീണ്ടും ഞാൻ പറയും അല്ലേ? കാരണം പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്കേഴ്സിറ്റിയിൽ നിന്ന്, ഒരു എന്താ പറയാ, ലിമിറ്റഡ് ആക്സസ് ആയിരുന്നു, കുട്ടികളുടെ സെൻസസിന് പോലും ലിമിറ്റഡ് ആക്സസ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഒരു കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ആക്സസിങ് അല്ലെ, ആക്സസ് അവർക്കുണ്ട്.
നമ്മളൊരു കാര്യം ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയുമ്പോൾ കുട്ടികൾ അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പോലും പറഞ്ഞു തരുന്ന ഹൈലി ഇൻഫോംഡ് ആയിട്ടുള്ള ടെക്നോളജി എക്സ്പോസ്ഡ് ആയിട്ടുള്ള അതൊരു ലിമിറ്റഡ് ആക്സസ് അല്ല. ഓൾ സെൻസസ്, എല്ലാ സെൻസസിനും എല്ലാ രീതിയിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന. പക്ഷേ ഈ പാരൻസ് ആ സമയത്ത് എന്താ ചെയ്യുന്നത്? പാരൻസ് അവിടെ കാണിച്ചു കൊടുക്കുന്നതും കുട്ടികൾ നേരിട്ടില്ല. നമ്മൾ ഇല്ല ഇല്ല എന്ന് പറയുന്നതും അങ്ങനെ അല്ല എന്ന് പറയുന്നതും കുട്ടികൾ കാണുന്നതും രണ്ടും രണ്ടാ. അവര് റീൽസ് വേൾഡിൽ അവർ കാണുന്നത് കംപ്ലീറ്റ് കോൺട്രഡിക്ഷൻ ആണ്, വൈരുദ്ധ്യമാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു ട്രസ്റ്റ്, ആ ഒരു ബിലീഫ്, ആ ഒരു ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മൾ എന്തൊക്കെ ഇങ്ങനെ അല്ല അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും അവർ കണ്ട് വളരുന്ന ഇപ്പൊ ആ ഒരു മൊബൈൽ കാര്യങ്ങളൊക്കെ കുട്ടികൾ യൂസ് ചെയ്തിട്ട് അതിനുള്ളിൽ കിടന്ന് വളരുന്ന കുട്ടികൾ സത്യം പറഞ്ഞാൽ നമ്മളെ പാരൻസ് കള്ളം പറയാണ്, ഇതൊന്നിങ്ങനെയൊന്നും അല്ല ലോകം എന്നുള്ള രീതിയിലേക്ക് അവർ കണ്ട് വളരുന്ന റിയാലിറ്റി, അതാണ് റിയാലിറ്റി. നമ്മൾ പറയുന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് റിയാലിറ്റി ആയിട്ട് അവർ ആക്സസ് ചെയ്യുന്നത് ഈ ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. ആരും സംസാരിക്കുന്നുണ്ടോ? ആ ഒരു ഡിജിറ്റൽ വേൾഡ് ആണ് അവർ കണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുട്ടികള് അല്ലെ, യൂണിസെഫ് പറയുന്നത് 60% കുട്ടികളും അവരുടെ എന്താ പറയാ അവരുടെ എക്സ്പീരിയൻസ്, ഇമോഷണൽ എക്സ്പീരിയൻസ്, ഇമോഷണലി ഓവർവെൽമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത, ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് കാണിക്കുന്ന, സെൽഫ് കൺട്രോൾ ഇല്ലാത്ത, ഏത് സമയത്ത് പൊട്ടിത്തെറിക്കുന്ന കുട്ടികളാണ് ഒരു അറ്റ് ദ ഏജ് ഓഫ് അല്ലെങ്കിൽ ബിഫോർ ദ ഏജ് ഓഫ് 15, 15 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത്. എല്ലാ വീട്ടിലെ സ്ഥിതിയൊന്നും അല്ല ഞാൻ പറയുന്നത്, ഒരു 60%-ലധികം അതിന് മേലെ. കാരണം അത് പാരൻസിന് കുട്ടികളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? ഇവിടെ കുട്ടികളോട് സ്നേഹമില്ലാത്ത ഏതെങ്കിലും പാരൻസ് ഉണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിതം എന്ന് പോലും പറഞ്ഞിട്ട്, എൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ് ജീവിക്കുന്ന വരെന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന പാരൻസ് ആയിരിക്കും. പക്ഷെ പാരന്റിങ് മെത്തേഡ്സ് എന്തായിട്ടില്ല, ഇവോൾവ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ ടൂൾസ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, കൗൺസലിംഗ് ഉണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഒരു പാരന്റ് എന്ന് പറയുന്ന റോള് എന്ന് പറഞ്ഞാൽ ഒരു പാരന്റ് ജസ്റ്റ് ഒരു പാരന്റ് മാത്രമല്ല. നമ്മൾ ഒരു ഡോക്ടർക്ക് ഒരു ഡോക്ടറിന്റെ റോള് മാത്രമായിരിക്കും ഉണ്ടാവുക, ഒരു കൗൺസിലർക്ക് ഒരു കൗൺസിലറിന്റെ റോള് മാത്രമായിരിക്കും ഉണ്ടാവുക, ഒരു ടീച്ചർക്ക് ടീച്ചറുടെ റോള് മാത്രമല്ല, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും നമ്മൾ. അതേപോലെ ഒരു പാരന്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പാരന്റിന്റെ റോൾ അല്ല, ഒരു പാരന്റ് ആയിരിക്കാം എന്നുള്ളതല്ല. കാരണം അവിടെ ആ പാരന്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡാണ്, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ആളാണ്, ഒരു ടീച്ചറാണ്. അല്ലെ, ഞങ്ങൾ ഇതിൽ പറയും ഉമ്മു മദ്രസത്ത് എന്ന് പറയും. ഉമ്മു മദ്രസത്ത് എന്ന് പറയും. മദ്രസ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മദ്രസ എന്ന് പറഞ്ഞാൽ സ്ഥാപനമാണ്. അപ്പൊ ഉമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആ ഒരു കുട്ടി വളർന്നു വരുന്ന പാരന്റ് എന്ന് പറയുന്ന പാരന്റൽ സ്പേസ് ശരിക്ക് ഒരു പേഴ്സൺ അല്ല, അതൊരു ഈഗോ സ്റ്റേറ്റ് അല്ല, അതൊരു പൊസിഷൻ അല്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അല്ലേ? നമുക്ക് ഏത് സൈക്കോളജിക്കൽ ടൂൾസിന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന, എല്ലാ സൈക്കോളജിക്കൽ ടൂളിനും അപ്പുറത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള് എന്ന് പറയുന്നത് ആ ഒരു മാതൃഭാവം, അല്ലെങ്കിൽ ആ മാതാവ് എന്ന് പറയുന്ന സ്റ്റേറ്റ്, അമ്മ എന്ന് പറയുന്ന പൊസിഷൻ, അല്ലെങ്കിൽ ആ ഒരു അമ്മ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ അമ്മയ്ക്ക് ചിലപ്പോൾ കൗൺസിലറുടെ റോൾ എടുക്കേണ്ടി വരും, ഡോക്ടറിന്റെ റോൾ എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു ടീച്ചറിന്റെ റോൾ എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു ഗുരുവിന്റെ റോൾ എടുക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് അല്ലാതെ വളരുന്ന കുട്ടിക്ക്, അപ്പോൾ എന്താ പറയാ, കുട്ടികൾക്ക് വേണ്ടത് ഫ്രീഡാണ്. പക്ഷെ അമ്മ എന്ന് പറയുന്നത് എപ്പോഴും കുട്ടിയെ വളർത്തുന്ന സമയത്ത് അമ്മയ്ക്കുള്ളിൽ അല്ലെ, അമ്മയ്ക്കുള്ളിൽ ചിലപ്പോൾ ആങ്സൈറ്റി ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, എൻ്റെ കുട്ടി വഴി തെറ്റി പോകുമോ, കാരണം ചുറ്റുപാട് കണ്ടിട്ട് അല്ലെങ്കിൽ ചുറ്റുപാടിലേക്കെല്ലാം കണ്ടിട്ട് എൻ്റെ കുട്ടി വഴി തെറ്റി പോകുമോ എന്ന ആങ്സൈറ്റിയിൽ നിന്ന് കുട്ടിയെ വളർത്തുന്ന പാരന്റ് എന്ന് പറയുമ്പോൾ, ആ പാരന്റ് ചൈൽഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എനർജി ബോണ്ടാണ്. അപ്പൊ ആങ്സൈറ്റിയിൽ നിന്ന് കുട്ടിയെ വളർത്തുന്ന പാരന്റിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വഴിതെറ്റി പോകുമോ, കാരണം വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു എന്നാണ് അല്ലേ. നമ്മൾ എന്താണോ തേടുന്നത് നമ്മൾ തേടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ എപ്പോഴും എൻ്റെ കുട്ടി തെറ്റുമോ എന്നുള്ളതാണെങ്കിൽ, അത് ഒരു തരം നമുക്ക് നമ്മുടെ കുട്ടിയെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത പോലും ഒരു പ്രാർത്ഥനയാണെന്നാണ്. അപ്പൊ കുട്ടിയെക്കുറിച്ച് ഈ രീതിയിൽ സ്നേഹത്തിൽ നിന്നാണെങ്കിൽ പോലും ആ വഴി തെറ്റുമോ കേടാകുമോ എന്നുള്ള ചിന്ത പോലും കുട്ടിയെ ആ എനർജി ലെവലിലാണ് കുട്ടിയെ ബാധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മമ്മ എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ എപ്പോ ആണ് കുട്ടിക്ക് നമ്മുടെ എന്താ പറയാ, ഞാൻ പറയട്ടെ, പിന്നെ ഈ ഒരു കുട്ടികൾ അഡിക്റ്റഡ് ആവുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ അഡിക്ഷൻ ഉണ്ടാവുന്നുണ്ട് കുട്ടികൾക്ക്, ലഹരി പോലെയുള്ള, ചിലപ്പോൾ മൊബൈൽ പോലെയുള്ള. എന്താ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാല്? നമുക്ക് അഡിക്ഷൻ ഇല്ലേ? അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഞാൻ തന്നെ പറയാം അല്ലേ? അപ്പോ അത് ആ, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്വഭാവമായി മാറുന്നത്. ഒഴിവാക്കാൻ പറ്റാത്ത, നമുക്ക് അതുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുന്ന അതെ, എന്തെങ്കിലും ഒരു സംഗതി അല്ലേ? അതെ, പലപ്പോഴും നമ്മുടെ കുട്ടി ഒരു അമ്മയെ സംബന്ധിച്ച്, ലേഡീസിനെ മാത്രം പറയുന്ന, പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി നമുക്കൊരു ലഹരിയായിരുന്നു അല്ലേ? കുട്ടി നമുക്കൊരു ലഹരിയായിരുന്നു, നമുക്ക് വല്ലാത്ത ആസ്വാദനമായിരുന്നു. പ്രഗ്നന്റ് ആയ മുതൽ അല്ലെ, ആ കുട്ടി ഒരു സ്റ്റേജിൽ എത്തുന്നവരെ കുട്ടി നമുക്കും നമ്മൾ കുട്ടിക്കും ലഹരിയായിരുന്നു, ആസ്വാദനമായിരുന്നു, എൻജോയ്മെന്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയാ, ആ ഒരു കണക്ഷൻ, കാരണം ആ കുട്ടിയിൽ അന്നുണ്ടായിരുന്ന ഭാവം, ദൈവിക ഭാവം അല്ലെങ്കിൽ ആ ഒരു പ്യൂരിറ്റി പിന്നീട് എപ്പോഴോ നമ്മൾക്ക് കുട്ടിയുടെ പ്രവൃത്തിയിലും അല്ലെങ്കിൽ കുട്ടിയുടെ ആ കുസൃതിയൊക്കെ നമുക്ക് പിന്നീട് കുരുത്തക്കേടായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാകും. അപ്പൊ ആ കുട്ടി എന്ന ലഹരി നമ്മളിൽ നിന്ന് മാറിയ സമയത്ത് നമ്മൾ എന്ന ലഹരി കുട്ടിയിൽ നിന്നും റിമൂവ് ആയി പോയതാണ്. പിന്നീട് കുട്ടിക്കുള്ള ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു വ്യക്തിക്കും വേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു മെന്റൽ ഹാപ്പിനെസ്, ആ ഒരു സന്തോഷം, കാര്യങ്ങളൊക്കെ. ഇപ്പൊ സൈക്കോളജിക്കൽ ടൂൾ നോക്കുന്നതിനേക്കാൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളാകുന്ന, ആ കണക്ഷൻ ആകുന്ന, ആ മാതാവിന് എന്താ പറയാ, കുട്ടിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ആവുന്ന, അത് എവിടെ നഷ്ടപ്പെട്ടു എന്ന് നോക്കിക്കഴിഞ്ഞാല് അല്ലെ, അത് എവിടെ നഷ്ടപ്പെട്ടു, എപ്പോ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അത്രയും എൻ്റെ കുട്ടി എന്ന് വിളിക്കുമ്പോൾ, അപ്പൊ എൻ്റെ കുട്ടി ആണെങ്കിൽ പോലും പലപ്പോഴും അതൊരു അറ്റാച്ച്മെന്റിൽ നിന്നും അല്ലെങ്കിൽ പല പേടികളിൽ നിന്നും ഫിയറിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പാരന്റ്സ് കുട്ടി ഫ്രീഡം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നതും ഈ ഒരു ഫിയറിന്റെ പേരിലാണ്. പക്ഷെ ആ റെസ്ട്രിക്ഷൻ പോലും നമ്മൾ ചെയ്യുന്നത്, ഒരു പാരന്റ് അത് ചെയ്യുന്നത് പലപ്പോഴും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകരിക്കുകയാണ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പോലും ഈ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ടായിരിക്കും കുട്ടികളെ ഉപദേശിക്കുന്നത്, മൊബൈൽ എടുക്കരുത് അല്ലെങ്കിൽ കളിക്കരുത്, ആക്കരുത് എന്നൊക്കെ അല്ലേ? പക്ഷെ ഈ കുട്ടി ഞാൻ പറഞ്ഞല്ലോ, പ്രഗ്നന്റ് ആയ സമയം മുതലേ ഈ കുട്ടിയെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് നമ്മളിലൂടെ, ആ പാരന്റിന്റെ ഒരു മാനസികാവസ്ഥ ഉണ്ട്, ആ പാരന്റിൽ ലൂടെ കടന്നുപോയ മാനസികാവസ്ഥ ഉണ്ട്, പാരന്റ് എൻജോയ് ചെയ്ത ആ റീൽസ്, കാര്യങ്ങളിലെ, അപ്പൊ അങ്ങനെ ഓരോ സംഗതികളും കുട്ടിയെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഈ പുറത്തേക്ക് വന്നാലും ഈ കുട്ടിയെ ലഹരിയായിട്ട് കണ്ട നമുക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ പോലും നമുക്ക് ആ കുട്ടിയെ ഒരു നല്ലൊരു ലിസണർ ആവാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വേണ്ട അറ്റൻഷൻ കൊടുക്കാനോ, പലപ്പോഴും നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പലതായിട്ടുള്ള കാര്യങ്ങളോ കൊണ്ടായിരിക്കാം. അവിടെയാണ് പാരന്റിങ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് പ്രോസസ്സാണ്. ഒരു കളക്റ്റീവ് പ്രോസസ്സാണ്. അവിടെ നമ്മൾ മാത്രമല്ല നമ്മുടെ കുട്ടിയുടെ പാരന്റ്, നമ്മൾ മാത്രമല്ല. ഇങ്ങനെ നമ്മളിൽ നിന്ന് വഴുതി പോകുന്ന കുട്ടിക്ക്, നമ്മളിൽ നിന്ന് ഡിസ്കണക്ട് ആകുന്ന കുട്ടിക്ക് മറ്റ് പല കണക്ഷൻസും, അവരിൽ നിന്ന് ഒരു കുട്ടി ഒരു ലേണിംഗ് ഒരാളിൽ നിന്ന് എടുക്കുന്നെങ്കിൽ, അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് ഒരു പാരന്റ് ആണ്. അതല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മുടെ ഫാമിലിയിലുള്ള പല ആളുകൾ പാരന്റൽ റോൾ എടുക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന് പഠിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പഠിപ്പിച്ചിട്ടല്ലെങ്കിൽ കൂടി മറ്റു പലരിൽ നിന്ന് കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പൊ പാരന്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവുക മറ്റു പലരിൽ നിന്നാവും. അപ്പൊ എവിടെ നിന്നാണ് കുട്ടിയെ ഈ രീതിയിലുള്ള, കുട്ടി വഴിതെറ്റി പോകുമോ എന്നുള്ള ഒരു ഭയം നമുക്ക് കിട്ടിയത്? ചിലപ്പോ എൻ്റെ കുട്ടി പഠിക്കാതെ എന്നെ പോലെ ആകുമോ, അല്ലെങ്കിൽ കുട്ടി എന്നെ പോലെ ആയി പോവരുത് എന്നുള്ള ഒരു ഭയം ഉണ്ടാകും. പലപ്പോഴും പല പാരന്റ്സിനുള്ള ഒരു ഭയമാണ്, എന്നെ പോലെ ആയി പോകരുത് എന്റെ കുട്ടി. ഇനി അതല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ കാണുന്ന മറ്റാളുകളെ കാണുമ്പോൾ, ആ വഴിതെറ്റി പോകുന്ന ആളുകളെ കാണുമ്പോൾ, അതിലൂടെ അല്ലെങ്കിൽ ഏതോ ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ എൻ്റെ കുട്ടിയെ അത്ര ജന്മനാ പ്യൂരിറ്റി, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ജനിച്ച സമയത്ത് നമുക്കുള്ളിൽ ഒരു പ്യൂരിറ്റി ഉണ്ടായിരുന്നു, നമ്മുടെ കുട്ടിക്കുള്ളിൽ ഒരു പ്യൂരിറ്റി ഉണ്ടായിരുന്നു. ആ പ്യൂരിറ്റിയെ പോലും നമ്മൾ സംശയിച്ച് എൻ്റെ കുട്ടി വഴിതെറ്റി പോകുമോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെക്കുറിച്ച് എനിക്കൊരു ആത്മവിശ്വാസം ഇല്ലാത്ത, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത, ഒരു വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ആ കണക്ഷൻ അവിടെ ബ്രേക്ക് ആവാണ് അല്ലേ? ആ കണക്ഷൻ പിന്നീട് ഭയമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഭയമായിട്ട് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് എ വർക്കിംഗ് ഓഫ് എനർജി. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, അതൊരു പലപ്പോഴും മാതാവിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കുട്ടിയെക്കുറിച്ചുള്ള ആൻസൈറ്റി ആണെങ്കിലും എന്ത് കാര്യങ്ങളായാലും അതൊരു തരം പ്രാർത്ഥനയാണെന്നാണ്. കാരണം അത് മൈൻഡ് പവർ പഠിച്ചവർക്കറിയാം, മൈൻഡിനെ കുറിച്ച് പഠിച്ചവർക്കറിയാം. വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു, ഞാൻ നേരത്തെ പറഞ്ഞ. അപ്പൊ നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ തേടുന്നത്, അപ്പൊ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അതൊരു തരം തേടലാണ്, ഒരു അന്വേഷണമാണ്.
അപ്പൊ എൻ്റെ കുട്ടി ഇങ്ങനെ ആകുമോ എന്ന് പറയുമ്പോൾ, അല്ലെ, വീഴല്ലേ 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 എന്ന് കുട്ടിയോട് പറയുന്ന സമയത്ത് കുട്ടി വീണിട്ട് നമ്മൾ പറയും, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ വീഴുന്ന്. അപ്പൊ ആ വീഴല്ലേ എന്ന് പറയുന്നത് പോലും ഒരു തരം തേടലായിട്ടാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും, എന്ത് 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 സംഗതിയാണെങ്കിൽ പോലും പലപ്പോഴും, ഇനിയിപ്പോ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ പോലും കുട്ടി, അല്ലെ, വീഴല്ലേ എന്ന് പറയുന്നതിന് പകരം ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിലുള്ള ഇമോഷൻസ് എന്താണെന്നുള്ളത് അത്രയും കണക്ഷനാണ്, ബോണ്ടാണ് പാരൻസിന്റെയും കുട്ടിയുടെയും ഉള്ളിലെന്നാണ്. ഇപ്പൊ സയൻസ് പറയുന്നുണ്ട്, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടി ആയിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ സെൽസിന്റെ, പല സെൽസിന്റെയും അംശം എന്താണ്, മാതാവിന്റെ ശരീരത്തിലുള്ള പല സെൽസും കുട്ടിയിലേക്കും ആ ഒരു അതിൽ നിന്നാണ് കുട്ടി വളരുന്നത് എങ്കിലും ആ ഒരു ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട് എന്നും. അപ്പൊ ആ അമ്മയുടെ, അതാണല്ലോ നമ്മുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്, ആ അമ്മയുടെ മൈൻഡിന്റെ ഒരു ശക്തി കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് കൊണ്ട് തൻ്റെ കുട്ടി എന്താവണമെന്ന് ആഗ്രഹിക്കുന്നോ അതിലേക്ക് കുട്ടിയെ എത്തിക്കാം എന്നുമാണ് പറയുന്നത്. പക്ഷെ എന്താണ് എപ്പോഴും എൻ്റെ ഉള്ളിൽ എൻ്റെ കുട്ടിയെക്കുറിച്ച് നടക്കുന്നത്, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ, ഞാൻ ഈ പറഞ്ഞ ബീറ്റ ജനറേഷൻ എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ കുട്ടി ഏത് രീതിയിലും പെരുമാറാൻ ചാൻസ് ഉള്ള, ഏത് രീതിയിലും അങ്ങനെ ചാൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്, പിന്നെ ഈ ഒരു ഉള്ളിലുള്ള തോട്ട് മാത്രമല്ല, നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഓൾസോ, അല്ലെ, കോൺഷ്യസ് കമ്മ്യൂണിക്കേഷനിലേക്ക് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അല്ലെ, ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു പാരന്റൽ ലെവലിൽ നിന്നുകൊണ്ട് ആലോചിച്ച് നോക്കിയേ. നമ്മളെടുത്ത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങളെക്കാൾ ഒരുപാട് ഹൈറ്റ് ഉള്ള ഒരു വ്യക്തി, നിങ്ങളെക്കാൾ ഒരുപാട് ഹൈറ്റ് ഉള്ള, നിങ്ങളെക്കാൾ പൊസിഷൻ ഉള്ള, നിങ്ങളെക്കാൾ ഏതോ ഒരു അതോറിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെക്കാൾ, അല്ലെ, നിങ്ങൾ ഇങ്ങനെ നോക്കണം, അങ്ങനെ നോക്കുന്ന ഒരു വ്യക്തി ഉയരത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഫീലിംഗ് എന്തായിരിക്കും? കുട്ടിയെ കറക്റ്റ് ചെയ്യാനാണ്, കുട്ടിയെ എന്താ പറയുക, അനുസരിപ്പിക്കാനാണ്, നന്നാക്കാനാണ് എന്നൊക്കെ എന്തൊക്കെ ഇന്റൻഷൻ ഉണ്ടെങ്കിൽ കൂടി അതേസമയം ആ വ്യക്തി നമ്മുടെ ലെവലിലേക്ക് ഒന്ന് വന്നിട്ട്, ഒന്ന് താഴ്ന്നു നിന്നിട്ട് നമ്മുടെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്നതാണോ, അല്ലെങ്കിൽ ആ ലെവൽ ഹൈറ്റിൽ നിന്നിട്ട് സംസാരിക്കുമ്പോഴാണോ? ആ ഹൈറ്റിൽ നിന്നിട്ട് സംസാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഷൗട്ടിങ്ങും കൂടി ആണെങ്കിലുള്ളൊരു അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതേ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ. അവിടെയാണ് ഫാമിലി എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ്റെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ആ ഒരു കണക്ഷൻ, അവിടെയും നമുക്ക് ആ കണക്ഷൻ ബ്രേക്ക് ആവാണ്. കുട്ടിയുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ബ്രേക്ക് ആവുന്നതിന് മുന്നേ കുട്ടിക്ക് നമ്മളുമായിട്ടുള്ള, ഇതെന്തോ ഒരു എപ്പോഴും വഴക്ക് പറയുന്ന, ഉപദേശിക്കുന്ന, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും, അല്ലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ജെൻസി എന്ന് പറയുന്ന ടിക്ടോക്ക് ജനറേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നിങ്ങൾ ഉപദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഉപദേശത്തിന്റെ ഒരു കണിക പോലും അവരെ അത് ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അവരെ ലെവലേഷൻ പോലും അത് അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് അവർ കണക്ട് ചെയ്യുന്നില്ല. കാരണം എപ്പോഴോ അവർക്ക് കണക്ഷൻ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് മെയിനായിട്ട് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു പാരന്റൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ്, നമ്മളെ പാരന്റായ നമ്മൾ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ്, ഏത് അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ പാരന്റിങ് നടത്തുന്നതെന്നും, ഏതവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നും, ഏതവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ ഉപദേശിക്കുന്നതെന്നും, ഏതവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്നും, ഏതവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തുന്നത് എന്നും നമ്മളൊന്ന് ശരിക്കൊന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ആ അവസ്ഥ തന്നെയാണ് നമുക്ക് ഈ കുട്ടിയുമായിട്ടുള്ള ഡിസ്കണക്ഷൻ നമ്മളിലേക്ക് എത്തിക്കുന്നത്, അല്ലേ? പ്രത്യേകിച്ചും ലേഡീസിന്റെ കാര്യത്തിലൊക്കെ ആകുമ്പോൾ, ലേഡീസിന്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല ജെൻസിന്റെ കാര്യത്തിലായാലും നമ്മളൊരു ഒരു എന്താ പറയാ, ആ കുട്ടി വളർന്ന് വലുതാകുന്ന ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ ഓക്കെ ആയിരിക്കും. പിന്നീട് നമ്മുടെ ലൈഫിന്റെ പല കാരണങ്ങൾ കൊണ്ട്, നമുക്ക് ബാധ്യതകൾ കൂടുന്നത് കൊണ്ട്, പ്രശ്നങ്ങൾ കൂടുന്ന സമയത്ത്, എന്താ പറയാ, ആവശ്യങ്ങൾ കൂടുന്ന സമയത്ത്, എക്സ്പെൻസ് കൂടുന്ന സമയത്ത്, ഇനി അതേപോലെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത്, ഹെൽത്ത് കുറയുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ നമ്മളുമായിട്ട് ഡിസ്കണക്റ്റഡ് ആവുകയാണ്. ആദ്യം തന്നെ നമ്മളുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോമേഷൻ എന്ന് പറയുന്ന പോലെ പലതും യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന, ഒരു ഡ്യൂട്ടി കോൺഷ്യസിലായിരിക്കുന്ന, ചെയ്യണ്ടേ എന്ന് കരുതി ചെയ്യുന്ന, ഇതൊരു എന്താ പറയാ, ഒരു ചടങ്ങ് പോലെ ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒന്നായിട്ട് പാരന്റിങ്ങും മാറുകയാണ്.
അവിടെ ഏറ്റവും ആദ്യം സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വി ആർ ഗെറ്റിംഗ് ഡിസ്കണക്റ്റഡ് വിത്ത് അവർ സെൽസ്. നമ്മളുമായത് ചിലപ്പോൾ എൻജോയ് ചെയ്തിരുന്ന ഒരു ജീവിതം കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അല്ലെ, ഒരു 30-ലൊക്കെ എത്തുമ്പോൾ, ഒരു 25 30-ലൊക്കെ എത്തുന്ന സമയത്ത് എസ്പെഷ്യലി ലേഡീസിനൊക്കെ ആണെങ്കിൽ കുട്ടി വളർന്ന് സ്കൂളിലേക്കൊക്കെ പോകുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പലപ്പോഴും എന്താ പറയുക, ആ ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുകയാണ്. ആ ഒരു ഡിസ്കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡിസ്കണക്ഷനിൽ നിന്ന് ചിലപ്പോൾ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന്, ചിലപ്പോൾ ആ ഒരു ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ പാരന്റിങ്ങും വളരെ യാന്ത്രികമായിട്ട്. പക്ഷെ ആ സമയം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ പീക്ക് ലെവലാണ്. പീക്ക് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും അല്ലെ, നമ്മൾ CCTV എന്നൊന്നും പറഞ്ഞുകൂടാ. അപ്പൊ അത്രയും നമ്മൾ കോൺഷ്യസ്ലി കുട്ടിയെ ഒബ്സർവ് ചെയ്യാന്നുള്ളതിൻ്റെ അപ്പുറം കുട്ടിക്ക് എല്ലാ രീതിയിലും ഒരു അറ്റൻഷൻ, കെയർ, കാര്യങ്ങൾ, കുട്ടിയുടെ എല്ലാ സെൻസും വർക്ക് ചെയ്യുന്ന, എല്ലാ രീതിയിലും കുട്ടി സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, കുട്ടിക്ക് കെയർ വേണ്ട, കുട്ടിക്ക് ട്രസ്റ്റ് വേണ്ട ഒരു കാലഘട്ടമാണ്. അധിക പാരൻസ് സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വർക്ക് പ്രഷർ ആവാം, വർക്ക് സ്ട്രെസ് ആവാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ നമ്മളെല്ലാം പറയുന്ന ഒരു സംഗതിയുണ്ട്, ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ, എനിക്ക് എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു എലമെന്റ്. അത് ഒരു കാലം വരെ ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വീണ സമയം മുതൽ നമുക്ക് അല്ലെ, ഓരോ കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത് എന്നാ പറയുന്നത്. എൻ്റെ കുട്ടി ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത് എങ്കിൽ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നില്ല ജനിച്ചു വീണത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതേ ശുദ്ധ പ്രകൃതിയോട് കൂടി ജനിച്ചു വീണ ഞാന് ഏതോ ഒരു മൊമെന്റിൽ എത്തിയ സമയത്ത് എനിക്ക് എന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. എനിക്ക് ഞാനുമായിട്ട് ഡിസ്കണക്ഷൻ വന്ന, അല്ലെങ്കിൽ എനിക്ക് എന്നെ നഷ്ടപ്പെട്ട, എന്നിലുണ്ടായിരുന്ന ആ ശുദ്ധ പ്രകൃതി അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ക്വാളിറ്റി, ആ നിഷ്കളങ്കമായിരുന്ന അവസ്ഥ എനിക്ക് എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നീട് അതേ ശുദ്ധ പ്രകൃതിയിൽ എനിക്ക് ജനിച്ചു വീണ കുട്ടികളിൽ നിന്നും ആ അതേ ശുദ്ധ പ്രകൃതി കാണാനോ, അല്ലെങ്കിൽ അവര് വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന അത് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആ ശൂന്യതയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്കിത് കാണാൻ കഴിയില്ല. എൻ്റെ കുട്ടിയുടെ ശുദ്ധ പ്രകൃതിയെയോ, എൻ്റെ കുട്ടിയിൽ ഉണ്ടായിരുന്ന ഡിവിനിറ്റിയെയോ, എൻ്റെ കുട്ടി ആ കുസൃതിയെയോ അതേ സെൻസിലോ അതേ പ്യൂരിറ്റിയിലോ കാണാൻ എനിക്ക് കഴിയാതെ അല്ലെ, കുട്ടിക്ക് പിന്നെ ഒരു പാരന്റിനെ, ഒരു രക്ഷിതാവിനെ അനുഭവിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ, രക്ഷിതാവ് ഇൻ ദ സെൻസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. രക്ഷിതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോക രക്ഷിതാവിനെ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് തൻ്റെ അല്ലെ, ഒരു കുട്ടിക്ക് തൻ്റെ രക്ഷിതാവിനെ അനുഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ രക്ഷിതാവിനെ അനുഭവിക്കുന്നതിലൂടെയാണ് ഒരു കുട്ടി ലോക രക്ഷിതാവിനെ പോലും അറിയുന്നത് എന്നാണ് അല്ലേ. ആ ഡിവൈൻ പവർ പോലും കുട്ടി അനുഭവിക്കുന്നത് അങ്ങനെയാണോ എന്നല്ല, അനുഭവിക്കേണ്ടത് തൻ്റെ രക്ഷിതാവിലൂടെയാണത് അനുഭവിക്കാൻ കഴിയേണ്ടത്. അവിടെയാണ് നമ്മൾ പറയാറില്ലേ, മാതാ പിതാ ഗുരു ദൈവം. സത്യം പറഞ്ഞാൽ ഇത് നമ്മളൊരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ് അല്ലേ. ടീച്ചേഴ്സ് ആണെങ്കിൽ പറയും, കുട്ടികളെ ക്ലാസ് എന്ന് പറയും, മാതാപിതാ ഗുരു ദൈവം. മാതാവിനെയും പിതാവിനെയും എന്താ പറയാ, ഗുരുവിനെയും ആരെ പോലെ കാണണം, ദൈവത്തെ പോലെ കാണണം. അതൊരു ആയുധ. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ എന്താണ്, ദൈവത്തിനെ പോലെ കാണണം, ദൈവത്തിനെ പോലെ സ്നേഹിക്കണം. പക്ഷേ ദൈവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാവുന്ന റഹ്മാൻ എന്ന് പറയുന്ന ക്വാളിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ, ലോക രക്ഷിതാവ് എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന, കാരുണ്യം പകരുന്ന, അല്ലെ, തെറ്റ് ചെയ്താൽ പോലും ക്ഷമിച്ചു കൊടുക്കുന്ന, നിങ്ങൾ എന്നോട് ചോദിച്ചോട് ഞാൻ പുറത്തു തരാമെന്ന് പറയുന്ന ആ ക്വാളിറ്റിയുള്ള ലോക രക്ഷിതാവിനെ കുട്ടിക്ക് ആരിലൂടെ അനുഭവിക്കണം? മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ അത് മാതാവിലൂടെ, പിതാവിലൂടെ, ഗുരുവിലൂടെ ഒരു കുട്ടിക്ക് അനുഭവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ആ കുട്ടി റിയൽ രക്ഷിതാവായിട്ട് കണ്ട്, ആ രക്ഷിതാവിന് വെറുതെ ആണോ, ആ അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ആ മാതാവിന്റെ കാൽക്കീഴിൽ തന്നെ സ്വർഗത്തെ കൊണ്ടുവച്ചത്. അത്രയും ആ ഡിവൈൻ ക്വാളിറ്റി റിഫ്ലക്റ്റ് ചെയ്യേണ്ട, ആ ഡിവൈൻ ക്വാളിറ്റി കുട്ടിക്ക് അനുഭവമാകേണ്ടത് ഈ രക്ഷിതാവിലൂടെയാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നിലൂടെ എത്ര ഡിവൈൻ ക്വാളിറ്റീസ്, നമ്മുടെ ഡിവൈൻ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് നാമങ്ങളുണ്ട് നമ്മുടെ സൃഷ്ടാവിന് അല്ലെ. പരമകാരുണ്യവനാണ്, രക്ഷിതാവാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എത്ര എണ്ണം എന്നിലൂടെ എൻ്റെ കുട്ടിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ അൺകണ്ടീഷണലി അല്ലെ, വധൂത് എന്ന് പറയുന്ന ഞാൻ അൺകണ്ടീഷണലി സ്നേഹിക്കുന്ന ആളാണോ? ഞാൻ പുറത്തു കൊടുക്കുന്ന ആളാണോ? ഞാൻ കാരുണ്യം കാണിക്കുന്ന അല്ലെ, വെളിച്ചം കൊടുക്കുന്ന ആളാണോ ഞാനെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെയാണ് ഞാൻ എൻ്റെ കുട്ടിയുമായിട്ട് ഡിസ്കണക്റ്റഡ് ആകുമ്പോൾ
കുട്ടി അതിന് നമ്മൾ സൈക്കോളജിക്കലി പല പേരിട്ട് വിളിക്കുമ്പോഴും എപ്പോഴും ഏതവസ്ഥയിലും ഏത് കാലഘട്ടത്തിലും ഒരു ആളുടെ ഉള്ളിൽ ഇന്ന് ആ ഇമോഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, അത് വളർന്നു വരുന്ന ചുറ്റുപാടിൽ നിന്ന് കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ആദ്യം അത് നഷ്ടപ്പെട്ടു പോകുന്ന ഇടം എന്ന് പറയുന്നത് രക്ഷിതാവിന്റെ ഉള്ളിൽ നിന്നാണ്. അല്ലേ? അപ്പൊ ആ അനുഭവം, അല്ലെ, ആ അനുഭവം കുട്ടിയെ അനുഭവിപ്പിക്കാൻ ഒരു രക്ഷിതാവിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അത് അനുഭവിപ്പിക്കുമ്പോഴാണ് പ്രതിനിധിയായിട്ട് മാറുന്നത്, ഖലീഫയായിട്ട് മാറുന്നത്. അല്ലെ? പടച്ചോന്റെ ഖലീഫയായിട്ട് പ്രതിനിധിയായിട്ട് ഭൂമിയിലേക്ക് വരാന്ന് പറയുമ്പോൾ ഇതെന്റെ കുട്ടിക്ക് അനുഭവിക്കാൻ എന്നിലൂടെ കഴിയുന്നുണ്ടെങ്കിലാണ്, അവിടെയാണ് മാതാപിതാ ഗുരു ദൈവമാകുന്നത്, ആ ഒരു ഇക്വേഷൻ പൂർത്തിയാകുന്നത്. അവിടെയാണ് പ്രതിനിധി എന്ന ദൗത്യം പൂർത്തിയാക്കുന്നത്. പകരം മൊബൈൽ അഡിക്ഷൻ, കുട്ടിക്ക് മൊബൈൽ അഡിക്ഷൻ ഒരു ടിപ്പ് വേണം, അല്ലെ? കുട്ടി പറഞ്ഞ അനുസരിക്കാത്തതിന് എനിക്ക് വേറൊരു ടിപ്പ് വേണം, കുട്ടി രാവിലെ ഉണരാത്തതിന് എനിക്കൊരു ടിപ്പ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ആ പാരന്റ്, അതൊക്കെ ടിപ്സ് ഉണ്ട് കേട്ടോ, ടിപ്സ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കുട്ടികൾ ആ കണക്ഷൻ ഉണ്ടാക്കി എടുക്കേണ്ടത്, കുട്ടിയുടെ കൂടെ ഇരിക്കേണ്ടത്, അതൊക്കെ അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്ന ആ കണക്ഷൻ സ്വന്തത്തിൽ ഉണ്ടാക്കി എടുത്തിട്ട്. എനിക്കിപ്പോൾ ഒരു വീഡിയോ വേണമെങ്കിൽ ഷെയർ ചെയ്യായിരുന്നു, പക്ഷെ അതിപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാൻ ചിലപ്പോൾ റെക്കോർഡിങ്ങിൽ അതിൻ്റെ കോപ്പിറൈറ്റ് വരുമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. മങ്കി ആൻഡ് ഡോഗ് ക്രോസിംഗ് ദ റിവർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആണ്. ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ജസ്റ്റ് ഒരു വീഡിയോ ആണെങ്കിൽ കൂടി അതിൽ മങ്കി എന്ന് പറയുന്നൊരു പാരന്റ് ആണ്, ഡോഗ് ഒരു കുട്ടിയാണ്. ഈ കുട്ടിയെ വലിച്ചു കൊണ്ടുപോയിട്ട് ഓരോ റിവറിലൂടെയാണ്, ഓരോ കല്ല് ഇങ്ങനെ ചാടിക്കിടക്കുകയാണ് ആ ഡോഗ്. ഓരോ കല്ല് ചാടിക്കിടക്കുമ്പോഴും കൂടെ പോകുന്ന ഡോഗ്, അല്ലെങ്കിൽ കുട്ടിയായിട്ടുള്ള ഡോഗ് ഓരോ കല്ലുകളും ചാടിക്കിടക്കുന്നുണ്ട്. പക്ഷെ അവസാനത്തെ ചാടിക്കിടക്കല് കുറച്ച് ലോങ് ആയപ്പോൾ മങ്കി എളുപ്പത്തിൽ ചാടി. മങ്കിക്ക് പാരന്റ് ആണല്ലോ, കുറച്ചുകൂടെ വലിപ്പമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഈ ഡോഗിന് ചാടാൻ കഴിയുന്നില്ല. പക്ഷെ ഈ പാരന്റ് വാശി പിടിക്കുകയാണ്, വരണം, നീ ചാടണം. ഞാൻ ചാടിയില്ലേ, പിന്നെ നിനക്കെന്താ ചാടിയാല്? ഇതേപോലെയാണ് നമ്മൾ കുട്ടികളോട് പറയാറുള്ളത് പലപ്പോഴും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഞാൻ പോന്ന വഴിയെ, ഞാൻ നടന്ന വഴിയെ ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, അതൊക്കെ നിനക്കും നീയൊക്കെ ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒരിക്കൽ ആ ഡോഗ് എത്രമാത്രം മുന്നോട്ട് വലിക്കുന്ന അത്രമാത്രം റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ എത്രമാത്രം ഇങ്ങോട്ട് വാന്ന് പറയുന്നു അതിനനുസരിച്ച് പുറകോട്ട് പോവാണ്. ലാസ്റ്റ് ഈ പാരന്റ് ഒരു കരയിലെത്തിയിട്ടാണ്, കരയിൽ ഒരു സ്റ്റെപ്പ് മേലേക്ക് കയറി നിൽക്കുമ്പോഴാണ് ഈ ഡോഗ് റിവർ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, എപ്പോഴും പാരന്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികളെ ഞാൻ പോയ വഴിയെ നടത്തലോ, എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, എനിക്കൊരു സ്ട്രക്ചർ ഉണ്ട്, എനിക്കൊരു ഫ്രെയിം ഉണ്ട്, എൻ്റെ ഫ്രെയിമിന് എന്ന് വെച്ചാൽ കുട്ടികളെ തോന്നിയ പോലെ നടത്തണം എന്നല്ല അതിൻ്റെ അർത്ഥം. കുട്ടികളെ ഒരിക്കലും അങ്ങനെ നടത്തണം, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചോ നടത്തണം എന്നല്ല. പകരം ഞാൻ ഉണ്ടാക്കി വെച്ച ആ ഫ്രെയിമിനുള്ളിൽ തന്നെ ഞാൻ നടന്ന വഴിയെ കുട്ടി നടക്കണമെങ്കിൽ കുട്ടി നടക്കും. ഞാൻ കടമ്പ കുട്ടി ചാടിക്കടക്കും. പക്ഷേ when you are upgrading yourself, നമ്മൾ എപ്പോഴാണോ ആസ് എ പാരന്റ്, ആ പാരന്റ് എന്ന നിലയിൽ നമ്മൾ എപ്പോഴാണോ അപ്ഗ്രേഡഡ് ആകുന്നത്, എപ്പോഴാണോ മാറുന്നത്, കാരണം ഇത് ഇവിടെ പലർക്കും അറിയാം. ആദ്യം നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംപ്രൂവ് ആവാനുണ്ട്. ആ രീതിയിൽ ഞാൻ എപ്പോഴാണോ ഇംപ്രൂവ് ആകുന്നത്, ഞാൻ എപ്പോഴാണോ മാറുന്നത്, ഞാൻ എപ്പോഴാണോ, ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കുട്ടികളോട് ഇരുന്ന് പഠിക്കാൻ പറയും. ഒരുപാട് സൈക്കോളജിക്കൽ ടൂൾസ് ഉണ്ട് കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ, അല്ലെ? ഇരുന്ന് പഠിക്കുന്ന പറയുന്നതിന് പകരം നമുക്ക് ചില മാറ്റങ്ങൾ, ഇപ്പോൾ മാത്സ് ആണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണോ, ഏതാ ആദ്യം പഠിക്കുന്നത് ചോദിക്കുമ്പോൾ കുട്ടിക്ക് ഒരു ഓപ്ഷൻ വന്നു. അപ്പോൾ കുട്ടിക്ക് അവിടെ ആൻസർ രണ്ടും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ കുട്ടികൾ ഉണ്ടായേക്കാം. എങ്കിൽ കൂടി കുട്ടിക്ക് ചിലപ്പോൾ അവിടെ ഞാൻ ഇന്നത് പഠിച്ചോളാം ഇന്നലൊരു ഓപ്ഷൻ പറയുന്ന കുട്ടികളും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഏതെങ്കിലും ഒരു പാരന്റിങ്ങിന്റെ ഒരു ടിപ്സ് നോക്കിയിട്ട് ഒരു പെർമനന്റ് 1-to-1 സൊല്യൂഷന് അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നതിനേക്കാളും എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്, കുട്ടികളുമായിട്ട് നമുക്ക് എവിടെയോ മിസ് ചെയ്തു പോയ ആ കണക്ഷൻ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ആ കണക്ഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ആ കുട്ടികൾ വളർന്നോളും. കുട്ടികൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇതാക്കുന്നില്ല, കുട്ടികൾ വളരും. പക്ഷേ അവിടെ ആ കുട്ടികളെ റേസ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ അപ്ഗ്രേഡ് ആകുമ്പോഴാണ് കുട്ടികൾക്ക് മോഡൽസ് ഇല്ല എന്നുള്ളതാണ്. അവർക്ക് നല്ലൊരു മോഡൽസിനെ കിട്ടുന്നില്ല. നല്ലൊരു മാതൃകയാക്കാൻ പറ്റുന്ന, കണ്ടു വളരാൻ പറ്റുന്ന, കേട്ട് പഠിക്കാൻ പറ്റുന്ന, കണ്ട് പഠിക്കലും കേട്ട് പഠിക്കുന്നതിനപ്പുറത്തേക്ക് അനുഭവിക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ചെയ്യലാണ്. ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും ഒരു കാര്യം ചെയ്യുന്നത് കണ്ട്
അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഇടം കുട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും വലിയ കുട്ടികൾക്ക് ആ അനുഭവിക്കാൻ പറ്റുന്ന ഇടത്തിലേക്ക്, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോൾസ് പ്രോമിസ് ആയിട്ടുള്ള തെറ്റായ വഴികളിലേക്ക് കുട്ടി പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഇടം നമ്മളിൽ നിന്ന് കുട്ടിക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ ഒരിക്കലും ഞാനൊരു പെർഫെക്റ്റ് പാരന്റ് അല്ലെങ്കിൽ, പെർഫെക്റ്റ് പാരന്റ്സ് എന്നൊരു പെർഫെക്റ്റ് പാരന്റ് ആവുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ നോക്കണ്ട. കുട്ടികൾക്ക് വേണ്ടത് പെർഫെക്റ്റ് പാരന്റിനെ അല്ല. സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ വളർന്നു വന്നൊരു സ്റ്റേജ് ആകുമ്പോൾ പ്രസന്റ് പാരന്റിനെ ആയിരുന്നു വേണ്ടത്. നോട്ട് പെർഫെക്റ്റ്, പെർഫെക്റ്റ് അല്ല, പ്രസന്റ് പാരന്റ്. പ്രസൻസ് ആയിരുന്നു കുട്ടിക്ക് വേണ്ടത്. ആ പ്രസൻസ് നഷ്ടമായി തുടങ്ങിയപ്പോഴാണ് നിങ്ങളിപ്പോൾ ചോദിച്ചേക്കാം, എന്ന് വിചാരിച്ചിട്ട് ജോലിക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് എപ്പോഴും കൂടെ ഇരിക്കാൻ പറ്റുമോ, നമുക്ക് ജോലിക്ക് പോകണ്ടേ, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടിക്ക് വേണ്ടി സമയം കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അത് വേണമെന്ന് വിചാരിച്ചാൽ ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ആ ഒരു സ്പേസ് ആണ്. ആ സ്പേസ് നഷ്ടപ്പെടുമ്പോഴാണ്, ആ ലഹരി നഷ്ടപ്പെടുമ്പോഴാണ് കുട്ടി മറ്റ് ലഹരികളിലേക്ക് കുട്ടി പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതാണ്. അപ്പൊ ആ ഒരു തോട്ടാണ്. അപ്പൊ അവിടെ എന്താ പറഞ്ഞ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഡിവൈൻ കണക്ഷൻ കുട്ടിയുമായിട്ടുള്ള അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഇടത്തിൽ നിന്നാണ്, ഏത് സ്പേസിൽ നിന്നുകൊണ്ടാണ്, ഏത് തോട്ടിൽ നിന്നുകൊണ്ടാണ്, ഏത് ഫീലിങ്സിൽ നിന്നാണ്, ഏത് ഇമോഷണൽ സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ എൻ്റെ കുട്ടിയെ നോക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് വിചിന്തനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇവിടെ എന്തൊരു റിയലൈസേഷൻ ആണ് ഇപ്പോൾ ഇത്രയും ഒരു പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായ ഒരു ഇൻസൈറ്റ്, നിങ്ങൾക്ക് കിട്ടിയ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് എങ്കിലും കിട്ടിയതിൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാവോ? ആരെങ്കിലും ഉണ്ടോ അവിടെ? കേൾക്കുന്നുണ്ടായിരുന്നോ ഒരു സെഷൻ? ഹലോ, ആർക്കും സംസാരിക്കാം കേട്ടോ. എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങൾക്ക് മനസ്സിലായ എന്തെങ്കിലും ഒരു കാര്യം എന്താണ് നമുക്ക് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, ഏത് സ്റ്റേജിലേക്കാണ് നമ്മൾ പോകേണ്ടത്, ഏത് സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഇതിലൊരു മാറ്റം വരുത്താൻ കഴിയുക? എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു എന്താ സെൽഫ് പറയുക? റിയലൈസേഷൻ. സെൽഫ് റിയലൈസേഷൻ, വെരി ഗുഡ്. സെൽഫ് റിയലൈസേഷൻ, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അല്ലേ? അതെ. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഞാൻ എൻ്റെ കുട്ടിയുമായിട്ടുള്ള കണക്ഷൻ ഇപ്പൊ ഉള്ള ലവ് പാരന്റിങ്, ഞാൻ എന്തെങ്കിലും സ്പെൻഡ് ടൈം വിത്ത് ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. ഗുഡ്. വേറെ എന്തെങ്കിലും ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക്? വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് പറയാട്ടോ. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വ്യൂക്ക വേൾഡിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബീറ്റ ജനറേഷൻ എന്ന് പറയുന്ന അതിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഏറ്റവും ആദ്യം കുട്ടികൾ, ഞാൻ പറഞ്ഞ 3-4 കാര്യങ്ങളിൽ ഒന്ന് സോഷ്യൽ ഡിസ്കണക്ഷൻ കുട്ടികളിൽ സംഭവിക്കുന്നുണ്ട്. സോഷ്യൽ ഡിസ്കണക്ഷൻ ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. രണ്ടാമതായിട്ട് കുട്ടിയിൽ ഉണ്ടാവുന്ന ഒരു കാര്യം ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആണ്. ഇമോഷണലി കുട്ടി എന്താവുന്നുണ്ട്? ഔട്ട്ബേസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ റോൾ മോഡൽ ഇല്ല കുട്ടിക്ക് എന്ന് പറഞ്ഞ റോൾ മോഡൽ വേണം. പിന്നെ ഒരു കാര്യം കുട്ടികൾ കുട്ടി പെട്ടെന്ന് അഡൾട്ട്ഹുഡിലേക്ക് മാറുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് നീ വലുതായി എന്ന് പറയുമ്പോഴും കുട്ടിയുടെ ഉള്ളിൽ, പ്രത്യേകിച്ചും ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊരു പാരന്റിനും ഉള്ള ഒരു ടോക്കാണ്, നീ വലുതായില്ലേ, നീ വലിയ കുട്ടിയല്ലേ, നീ അങ്ങനെ ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾക്കുള്ളിലില്ലേ ആ സമയത്തും സ്നേഹവും സന്തോഷവും കെയറും കരുതലും കാരുണ്യവും ആഗ്രഹിക്കുന്ന ഒരു കുട്ടി മനസ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉണ്ടോ? അവിടെ അത് ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളോടൊരു ആള് വന്നിട്ട് നീ വലുതായില്ലേ, നിനക്ക് അതിൻ്റെ എന്നില്ലേ, നീ വലുതായില്ലേ, നീ ഇപ്പോഴും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താ? അപ്പൊ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിയെ പലപ്പോഴും ഡിപ്രൈവ് ചെയ്യുമ്പോഴാണ് നമ്മളും നമ്മുടെ കുട്ടിയെ ഡിപ്രൈവ് ചെയ്ത് ആ തലത്തിലേക്ക് മാറ്റി നിർത്തി കുട്ടിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കുട്ടി സോഷ്യലി ഡിസ്കണക്റ്റഡ് ആയി മാറുന്നത്. അപ്പൊ ഈ ഒരു കണക്ഷൻ പലപ്പോഴും നമ്മിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുടെ റിഫ്ലക്ഷൻ ആയിരിക്കും പലപ്പോഴും. അതേസമയം നിങ്ങളൊരു ഡിവൈൻ റിഫ്ലക്ഷനിലേക്ക് മാറുന്ന സമയത്ത്, ആ ക്വാളിറ്റിയിലേക്ക് മാറുന്ന സമയത്ത്, ആ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒരു എഫേർട്ടും കൂടാതെ, ഒരു ടിപ്പുകളും ഇല്ലാതെ, ഒരു എന്താ പറയാ, ഒരു സംഗതികളും ഇല്ലാതെ നമ്മുടെ കുട്ടി ഓട്ടോമാറ്റിക്കലി, നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ്, കുട്ടികൾ പട്ടം പോലെയാണ് അല്ലെ? പലതും പറയുന്നത് കുട്ടികൾ പട്ടം പോലെയാണ്. അത് പറന്നു പോകുമ്പോൾ
ആ പറന്നു പോകുന്ന കുട്ടികളെ നമ്മൾ അതിന്റെ പറന്നു പോകുന്ന സമയത്ത് പട്ടം പറത്തി വിട്ട് കഴിഞ്ഞാൽ പട്ടത്തിന്റെ ഒരു കയറിന്റെ അറ്റം നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് പറന്ന് ആകാശം പോയി അല്ലെ, അത് പോയിട്ട് ലാസ്റ്റ് തലകുത്തി താഴേക്ക് വീഴും അല്ലേ, ഡയറക്ഷനൊക്കെ നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അതുപോലെയാണ് കുട്ടികൾ, ആ ഒരു അറ്റ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണമെന്ന് നമ്മൾ പറയും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ അത് പലപ്പോഴും ആ കരുതൽ അല്ലെങ്കിൽ ആ കയർ നമ്മുടെ കയ്യിൽ നമ്മൾ മുറുക്കി പിടിക്കുമ്പോൾ ആ മുറുക്കത്തിൽ കുട്ടി മേലോട്ട് പാറുന്ന സമയത്ത് പലപ്പോഴും ഒരു പിടിവലി കുട്ടിക്ക് ഫീൽ ചെയ്യും. അതേസമയം അതിൽ നിന്ന് പുറത്തു പോകാനുള്ള ടെൻഡൻസി കുട്ടികൾ കാണിക്കാറുള്ളത്. പക്ഷെ ഈ രീതിയിൽ നമ്മൾ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നിടങ്ങളിൽ ആ ഇടങ്ങളിൽ പാറിപ്പറന്ന് പോകുമ്പോഴും കുട്ടി തന്നെ വന്നിട്ട് ദാ ഈ അറ്റം നിങ്ങൾ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് ആ കുട്ടി തന്നെ ആ അറ്റം നമ്മുടെ കയ്യിൽ കൊണ്ടു തരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ. ഞാൻ പറക്കാം, പക്ഷെ എൻ്റെ ഒരറ്റം ദാ നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ, ഇവിടെയാണ്, ഈ ഇടത്താണ് എനിക്ക് സേഫ്റ്റി ഉള്ളത്, ഇവിടെ ഞാൻ സുരക്ഷിതമാണ്. മറ്റൊരാളുടെ കൈ കൊടുത്താൽ ഒരു പക്ഷേ ഇത്രത്തോളം ഉത്തരവാദിത്തമോ ഇത്രത്തോളം കെയറോ ഇത്രത്തോളം ഹാർട്ട് ഫെൽറ്റ് കണക്ഷനോ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ എന്നാൽ എനിക്കറിയാം, എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് സെക്യൂരിറ്റി കിട്ടുന്ന, ഏറ്റവും കൂടുതലായിട്ട് പ്രെയർ കിട്ടുന്ന, ഏറ്റവും കൂടുതലായിട്ട് സ്നേഹം, കരുതൽ ഇതെല്ലാം കിട്ടുന്ന ഇടം ഇവിടെയാണെങ്കിൽ കുട്ടി തന്നെ ആ പട്ടത്തിന്റെ ഒരറ്റം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരുന്ന അവസ്ഥയുണ്ടാകും. പക്ഷേ വി നീഡ് ടു ഹാവ് ബിൽഡ് ദാറ്റ് കണക്ഷൻ. ആ കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് ഏറ്റവും ആദ്യമായിട്ട് മാറേണ്ടതും ആരാണ്? ആസ് എ പാരന്റ് നിങ്ങൾ തന്നെയാണ്. ഞാൻ അതിനു വേണ്ടി ജസ്റ്റ് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൊരു എന്താ പറയാ, നിങ്ങൾക്ക് ഒരു സ്ക്രീൻ കാണാവോ? ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം, ഇതിലൂടെ ഒന്ന് നോക്കാം കേട്ടോ. സ്ക്രീൻ കാണാവോ? ഇല്ല. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇത്രയും നേരം നിങ്ങൾ ഇരുന്നല്ലോ, അപ്പൊ ഈ ഒരു സ്ക്രീനും കൂടെ കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷനും കൂടെ നിങ്ങൾക്ക് പാസ് ചെയ്തിട്ട് എപ്പോഴും മറക്കുക, എപ്പോഴും കുട്ടിക്ക് വേണ്ടി ആ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്കാണെങ്കിൽ. അപ്പൊ ഇപ്പൊ സ്ക്രീൻ കാണാവോ? അപ്പൊ കാണാണ്ട്. ഓക്കെ. അപ്പൊ നമ്മളൊരു സെൽഫ് പാരന്റിങ് കോഡ് എന്ന് പറയുന്ന ഒരു സെൽഫ് മാസ്റ്ററി കോഡ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരിടത്തേക്ക് പോകണമെങ്കിൽ, യാത്ര ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ റീബിൽഡ് ചെയ്യുന്ന, നമ്മൾ റീക്ലെയിം ചെയ്യുന്ന, നമ്മൾ റൈസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു കോഴ്സ് എന്ന് പറഞ്ഞുകൂടാ. ഇത് നിങ്ങളെ കണ്ടെത്തുന്ന, ഇപ്പോഴും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഉള്ളവർക്ക്, ഇപ്പോഴും എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു പോയെന്നുള്ള ആ ഫീലിംഗിൽ നിൽക്കുന്നവർക്ക്, നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്ന, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന, നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയ ആ ഡിവൈൻ റിഫ്ലക്ഷൻ ആകാൻ പറ്റാത്ത തരത്തിൽ നിങ്ങളെ തളർത്തുന്ന, തകർക്കുന്ന അല്ലെ, പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട് കാരുണ്യം കാണിക്കാൻ, പുറത്തു കൊടുക്കാൻ, ക്ഷമിക്കാൻ, അൺകണ്ടീഷണലി ലവ് ചെയ്യാൻ, എല്ലാം കൊടുക്കാനും സ്നേഹിക്കാനും കരുതൽ കൊടുക്കാൻ അല്ലെ, കോൺഷ്യസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ പ്യൂരിറ്റി വീണ്ടെടുക്കാനുള്ള ഒരു അല്ലെ, നിങ്ങളെ തന്നെ നർച്ചർ ചെയ്യുന്ന, പാരന്റ് ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാം നിങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള കണക്ഷൻ, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടുള്ള കണക്ഷൻ, ആ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ജേണിയാണ്, ജസ്റ്റ് ഒരു കോഴ്സ് എന്ന് ഇതിനെ പറഞ്ഞുകൂടാ. ഓക്കെ. ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പൊ അവിടെ എസ്പെഷ്യലി ലേഡീസിനാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. നമുക്ക് എപ്പോഴും ഒരു ഐഡന്റിറ്റി ഇല്ലാതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇമോഷണൽ ചെക്കപ്പ് നടത്തിയ സമയത്ത് ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലർക്കും ആ ഒരു ഏറ്റവും ലോ സ്റ്റേജിൽ, ഒരു 15 to 25 അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് സ്റ്റേജിലൊക്കെ നിൽക്കുന്ന ആളുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ അവർക്ക് പറയുന്നത്, അവർക്ക് ഉണ്ടാവുന്ന ഓരോ ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും അവർക്കുണ്ടാവുന്ന ഫീലിങ്സ് അവർ ഹോൾഡ് ചെയ്ത് ചിലപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന, വേണ്ട രീതിയിൽ മക്കളോട് ഇടപെടാൻ കഴിയാത്ത, ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന ചില ചൈൽഡ്ഹുഡ് ട്രോമാസോ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ പോസ്റ്റ് മെറൈറ്റൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ മാരേജിന് ശേഷമുള്ള ഇൻസിഡൻസ്, അല്ലെങ്കിൽ പിന്നെ പേടിയോടെ ലിവിങ് വിത്ത് ഫിയർ, ഗിൽറ്റ്. ഒരാൾ ഞാൻ ഇത് ചെയ്ത സമയത്ത് ആൾക്ക് ഭയങ്കര ഗിൽറ്റാണ്. കാരണം ഒരു കാലത്ത് ഉള്ളതെല്ലാം ആർക്കൊക്കെയോ കൊടുത്ത്, ആരൊക്കെയോ സഹായിച്ച്, ഇപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ഞാൻ കളഞ്ഞില്ലോ എന്നുള്ള കുറ്റബോധം കൊണ്ട് മേഡം ഉറങ്ങാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥ. അതേപോലെ സെൽഫ് ഡൗട്ട്, എനിക്കിത് കഴിയുമോ എന്നുള്ള സംശയം. അതേപോലെ ഇമോഷണൽ ബേൺ ഔട്ട്, പ്രൊക്രാസ്റ്റിനേഷൻ, ഹെൽപ്ലെസ്നെസ്. ഇപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് വേണം ഈ ഒരു ജേർണി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഫോർ വിമൻ ആണ്.
അപ്പൊ ഈ ഒരു 30 ഡേയ്സ് 1 മന്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് പലരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഒരു സർവൈവൽ മോഡിലായിരിക്കും. സർവൈവ് ചെയ്യുക, അതായത് എങ്ങനെങ്കിലും ഒന്ന് ഇത് ഉന്തിത്തള്ളി മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക എന്നുള്ളതിന് പകരം ഒരു സെൽഫ് ലീഡർഷിപ്പിലേക്ക്, അല്ലെ, ജീവിതം തള്ളിക്കൊണ്ട് പോകുന്നതിന് പകരം ആ ജീവിതത്തിലൊരു ഫ്ലോ, ആ ഒരു ഒഴുക്ക് ഫീൽ ചെയ്യാൻ, അതേപോലെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ്, ഇന്നർ സേഫ്റ്റി, ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ, എനിക്കിതിനൊന്നും കഴിയില്ല എന്നുള്ളത്, അതേപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി. അപ്പോൾ ആ ഇതിൽ വേറെ രസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എനിക്ക് എന്താ പറയുക നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയ അവസ്ഥ എനിക്ക് കാണാൻ കഴിഞ്ഞത് കേട്ടോ. ഞാനത് ആ ഒരു രീതിയിൽ പറയുന്നതല്ല. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഐഡന്റിറ്റി റിവയർ ചെയ്യുന്ന ആ വൂണ്ടഡ് എന്നതിൽ നിന്നും എംപവേർഡിലേക്ക് മാറാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ലൈഫ് മെന്ററിങ് സെഷൻസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഡെയിലി ഇന്നർ വർക്കാണ്, സെൽഫിലുള്ള വർക്കാണ്. ഡെയിലി നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ഹാബിറ്റ്, ആ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മെഡിറ്റേഷൻസ്, ഹീലിംഗ് ടൂൾസ്, അതേപോലെ സിസ്റ്റർഹുഡ് കമ്മ്യൂണിറ്റി ഉണ്ടാകും. അത് മാത്രമല്ല, സെഷന് മുന്നേ ഒരു പ്രീ സിറ്റിങ്ങും ഉണ്ടാവും. സെഷൻ കഴിഞ്ഞിട്ട് 1 മന്തിന് ശേഷം ഒരു പോസ്റ്റ് സിറ്റിങ്ങും. നിങ്ങളുടെ പ്രീ സിറ്റിംഗ് അതൊക്കെ 1-to-1 ആയിരിക്കും. 1-to-1 സിറ്റിങ്ങിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് പോലെ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലാത്തൊരു പ്രീ സിറ്റിങ്ങും ഒരു പോസ്റ്റ് സിറ്റിങ്ങും ഉണ്ടാകും. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഈ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, ഡേയ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് സെഷൻസ് എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ബാക്കി എന്തൊക്കെയാണ് ഇതിൽ കിട്ടുക എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 5 ഡേയ്സ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ ഒരു 10 കാര്യങ്ങൾ എടുത്ത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമോ അല്ലെങ്കിൽ ആ രീതിയിലല്ല. ഈ 5 ഡേയ്സ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് ആൻഡ് ഫൊർഗീവ്നെസ്സിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകുന്ന, എനിക്ക് ഒരിക്കലും പുറത്തു കൊടുക്കാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല, ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന, നിങ്ങൾ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്ന പല ഇമോഷൻസിനെയും ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഇല്ലാതാക്കുന്ന, അതിൽ നിന്ന് നിങ്ങൾക്ക് റിലീസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ വീണ്ടും ആ ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. കഴിഞ്ഞ തവണ ഇമോഷണൽ ചെക്കപ്പ് സെഷൻ കൊടുത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ഇനിയും കുറച്ച് പേർക്ക് പെൻഡിങ്ങിലുണ്ട്, കുറച്ച് പേർക്കും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അവരും വേണമെങ്കിൽ അവരൊന്ന് കണക്ട് ചെയ്യാം, ഓൾറെഡി കണക്ട് ചെയ്ത ആളുകൾ. അപ്പോൾ അതേപോലെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ജേണിയെക്കുറിച്ച്, ഇത് ജസ്റ്റ് എന്താ പറയുക, ഈ 2026 പോവുകയാണ് നമ്മൾ. 2025 ഓൾമോസ്റ്റ് നാളെ കഴിഞ്ഞാൽ ഡിസംബർ 1 മന്തും കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു ജേണി എന്ന് പറയുന്നത്. ഇതിൽ എൻറോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ എന്നൊന്ന് കണക്ട് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും സെഷനുമായിട്ട് ബന്ധപ്പെട്ടോ, ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്സുകളോ സെഷനുമായി ബന്ധപ്പെട്ട്, ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 59 കറക്റ്റ് ഷാർപ്പ് 9 ആണ്. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഫീഡ്ബാക്സോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സെഷനെ കുറിച്ചോ? പാരന്റിങ്ങിന് പറ്റിയ ക്ലാസ്സാണ്, നല്ലൊരു ക്ലാസ്, അടിപൊളി, ഇനി ഒന്നും പറയാനില്ല. താങ്ക് യു സാബിറ ഞാൻ മാം, താങ്ക് യു. റെക്കോർഡ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബാലഗോപാൽ സാറിന് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. സാറിന് എവിടെ നിന്നായിരുന്നു ഈ ഒരു ലിങ്ക് കിട്ടിയിട്ടുള്ളത്? എന്നെ നമ്മുടെ ആൾക്കാർ ആരോ ചേർത്ത് വിട്ടതായിരുന്നു, നമ്മുടെ ആണോ? ഗ്രൂപ്പിലുണ്ട് ഞാൻ. ഞാനൊരു കൗൺസിലറും യോഗ ടീച്ചറും അതുപോലെ തന്നെ ഡയറ്റീഷ്യനൊക്കെയാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ വന്നത് വേർത്തിയായിട്ട് തോന്നിയോ അല്ലെങ്കിൽ വെറുതെ ഡെഫിനറ്റ്ലി, കാരണം വെച്ചാൽ നമ്മളൊരു റിയൽ ഫീലിംഗ് തന്നെയാണത്. കാരണം കുട്ടികൾ നമ്മൾ എവിടെയോ പറഞ്ഞ ആ ഒരു നമ്മളുമായിട്ട് ബന്ധം വിടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ അവര് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടാത്ത കൊണ്ടാണ് വേറെ സ്ഥലത്തേക്കോ ഇല്ലെങ്കിൽ അവരെ ഇഷ്ടത്തിനോ പോകുന്നത്. അതൊരു ഗ്രേറ്റ് പോയിന്റ് ആണ്. അവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. താങ്ക് യു. അതാണ് പലപ്പോഴും അവിടെ എന്താ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് വെച്ചാല്, നമ്മൾ എവിടെയാ നിൽക്കുന്നത്, നമ്മൾ ഏത് തലത്തിലാണെന്ന് നമ്മൾക്ക് ആ കണക്ഷൻ കുട്ടിയുമായിട്ട് നഷ്ടപ്പെടുന്നതിന് മുമ്പേ നമുക്ക് ആ കണക്ഷൻ നമ്മളുമായിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് റിയലൈസേഷൻ. ആ ഒരു അറിവാണ് നമുക്ക് അത് തിരിച്ചു വരാനുള്ള മാർഗം. യെസ്,
ആ ഒരു റിയലൈസേഷനിലേക്കും ആ ഒരു തിരിച്ചുവരവിലേക്കും ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തിനെ ബിൽഡ് ചെയ്യുന്നതിലേക്കുമായിട്ടുള്ള ഞാൻ അല്ലെ ഒരാളെ ഉണർത്തണമെങ്കിൽ ഇപ്പൊ അതെ മക്കളെ സംബന്ധിച്ചിടത്തോളം പാരന്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഉണർത്തലാണ്. അതെ ഒരാളെ ഉണർത്തണമെങ്കിൽ ആർക്കേ കഴിയുള്ളൂ? നമുക്ക് മാത്രമേ കഴിയൂ. അതെ ഉണർന്ന ഒരാൾക്കേ നമുക്ക് ഉണർത്താൻ മാത്രമേ കഴിയുള്ളൂ, പറ്റൂ. അതെ അല്ലേ? ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ഉണർത്താൻ കഴിയില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ ഉണരാതെ നമുക്കൊരാളെ ഉണർത്താൻ കഴിയില്ല. അപ്പൊ ആദ്യം ഉണരേണ്ടത് നമ്മളാണ്. ആ ഒരു ഉണർത്തലിലേക്കാണ് നിങ്ങൾ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും അറിയാൻ ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ എന്നൊന്ന് കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യർ ടൈം. എത്രയും സമയം ഷാർപ്പ് 9 മണി ആയിട്ടുണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഫീഡ്ബാക്സോ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലോ ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു റസിന മാം ഫോർ യുവർ വണ്ടർഫുൾ ക്ലാസ്. ഡെഫിനറ്റ്ലി ഐ കോണ്ടാക്ട് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.